ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരം എന്താണെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കോമന്റ് സെക്ഷനിൽ. അതെ. അപ്പം ഇവന്റെ ഞാൻ ഡെയിലി എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ. സോ റെഡിയാണോ? ഹലോ, റെഡിയാണോ? നമസ്തേ പറഞ്ഞു എല്ലാവർക്കും. നമസ്തേ, അങ്ങോട്ട് നോക്കി പറഞ്ഞു നമസ്തേ. നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ പറഞ്ഞേ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഓരോ ആളുകളോടും നന്ദി പറയാണ്, മറ്റൊന്നും കണ്ടല്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ എൻകറേജ്മെന്റും കാരണമാണ് ഈ ഒരു 2 മാസത്തിനുള്ളിൽ നമ്മൾ ഒരു 50K ഫാമിലി ആയിരിക്കണം, 50,000 ഫാമിലി ആയിരിക്കണം. എന്നെ സംബന്ധിച്ച് അത് ഒരു ചെറിയ എമൗണ്ട് ഒന്നും അല്ല കേട്ടോ, ഒരു വലിയൊരു നമ്പറാണ്, വലിയൊരു നമ്പറാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത ഓരോ ആളുകൾക്കും നന്ദി. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചാനൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒരുപാട് വ്യൂസ് വരാറുണ്ട്. സോ അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു സന്തോഷ വാർത്ത. ഞാൻ പറഞ്ഞിരുന്നു 50K ആകുമ്പോൾ നമ്മളൊരു ഗിവ് അവേ നടത്തുമെന്ന്. ആ ഒരു ഗിവ് അവേ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. വിന്നറിനെ ഞാൻ ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഞാൻ അനൗൺസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഗിഫ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സൂം വീഡിയോ ചാറ്റും ഉണ്ടാവും. അതാണ് ഒരു 50Kയുടെ ആ ഒരു ഗിവ് അവേ വിന്നേഴ്സിന് കിട്ടുന്നത്. നമ്മളൊരു 3 പേരെ ഓൾമോസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിനൊരു 6 മാസം വരെ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് കുഞ്ഞിന് ഞാൻ ഓരോരോ ആഹാരങ്ങളല്ലാതെ ഞാൻ ചെറിയ ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങിയത്. സോ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് മൂന്നാം മാസം മുതൽ അംഗനവാടിയിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ശർക്കര, എണ്ണ, പഞ്ചസാര തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗർഭിണിയായപ്പം എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയിരുന്നു. കാരണം പലർക്കും അറിയില്ല അംഗനവാടിയിൽ നമ്മൾ ഇപ്പം ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യവും, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ്, നമ്മൾ പ്രഗ്നന്റ് ആണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ നമുക്ക് പ്രസവിക്കുന്ന സമയം വരെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മാത്രമായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പം പ്രസവിച്ച് കഴിഞ്ഞ് ഇപ്പം എനിക്ക് കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒന്നാണ് ഈ ഒരു അമൃതം പൊടി കേട്ടോ. നമ്മുടെ അതായത് മൾട്ടി ഗ്രെയിൻ പൗഡറാണ്. ഒരുപാട് നല്ലതാണ് ഹെൽത്തിന്, കുഞ്ഞിന് ഒരുപാട് നല്ല ഒരു ഐറ്റമാണ് ഈ ഒരു മൾട്ടിഗ്രെയിൻ പൗഡർ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഒരു നേരം ഞാൻ ഇത് മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കും. കാരണം എല്ലാ ന്യൂട്രിയൻസും എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു അമൃതം പൊടിയിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അത് കുഞ്ഞിന്റെ ഹെൽത്തിനാണെങ്കിലും ബ്രെയിൻ ഡെവലപ്മെന്റിനാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. സോ മസ്റ്റ് ആയിട്ടും ഞാൻ ഇത് കൊടുക്കും. ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. സോ ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടിയിൽ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നമുക്കായിട്ട് ഗവൺമെന്റ് തരുന്നതല്ലേ, നമ്മളെന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത്. സോ അതിനായിരുന്നു നാണക്കേടെന്ന് വിചാരിക്കേണ്ട കേട്ടോ, എല്ലാവർക്കും അത് കിട്ടുന്നതാണ്. സോ അടുത്തുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പോയി അംഗനവാടിയിൽ നിന്ന് നിങ്ങളുടെ സാധനങ്ങളൊക്കെ മസ്റ്റായിട്ട് മേടിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ അടുത്തതായിട്ട് കാണിക്കാം. അമൃതം പൊടി കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പനങ്കൽക്കണ്ടം ആഡ് ചെയ്യും. ഇതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു പനങ്കൽക്കണ്ടം. അതിന് ഞാൻ കുറച്ചിങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കലക്കുകയാണെങ്കിൽ അതിങ്ങനെ മിക്സായി കിട്ടാൻ കുറേ ടൈം എടുക്കും. സോ ഞാനിങ്ങനെ ഇതുപോലെ കുറച്ചിങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ പൊടിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. ഒരു 3-4 തവണ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത്. ഞാനിവിടെ ഒരു 3 സ്പൂണാണ് എടുക്കുന്നത്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ അരിച്ചെടുക്കും. ആവശ്യത്തിന് മാത്രം ആദ്യം വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കട്ട പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ അതിനെയും കൂടെ നന്നായിട്ട് ഉടച്ചിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ആകുന്നിടം വരെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കിനി അരിച്ചെടുക്കാം. അരിച്ചെടുക്കാനായിട്ട് ഇതുപോലെ നാഴിയുള്ള ഒരു അരിപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തുണിയുടെ എടുത്താൽ കുറച്ചുകൂടെ പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ. ഇതിൽ അങ്ങനെ കട്ട പിടിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ തരിയൊന്നും താഴോട്ട് വരത്തില്ല. നല്ല സ്മൂത്തായിട്ടുള്ള പോർഷൻ മാത്രമേ താഴോട്ട് വരത്തുള്ളൂ. സോ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതുപോലെ എല്ലാ പോർഷനും നമുക്കിതുപോലെ അരിച്ചെടുക്കാം.
ആ അരിച്ചെടുത്ത പോർഷനിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ കലക്കിയിട്ട് ഇതുപോലെ ഒന്നുകൂടെ അരിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച ആ ഒരു പനങ്കൽക്കണ്ടം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കൂട്ടിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ എപ്പോഴും കുഞ്ഞിന് ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് തിളപ്പിച്ചാറിച്ച വെള്ളം തന്നെയായിരിക്കും കേട്ടോ. സോ ഈ ഒരു പരുവത്തിൽ ഒരു കുഴമ്പ് പരുവത്തിലാവുന്നിടം വരെ ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാണ് എൻ്റെ കുഞ്ഞിന് ഇഷ്ടം. സോ ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയാണ് എപ്പോഴും എടുക്കാറ്. ഓരോ കുഞ്ഞിനും ഓരോ രീതിയിലായിരിക്കും, അതിനനുസരണം നിങ്ങൾക്ക് മാറ്റാം. സോ ഇതാണ് ഞാൻ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു പാകം. അവന് കുറച്ചുകൂടി ഇങ്ങനെ കുറുകിയിരിക്കുന്ന ഇഷ്ടം. നിങ്ങൾക്ക് ഏത് പരുവത്തിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വെള്ളം എടുത്തത് തന്നെ തിളപ്പിച്ച വെള്ളമായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കുഴമ്പ് രൂപത്തിൽ വരുന്ന രീതിയിലാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ ഒരു തിക്കായിട്ട് തന്നെ ഫീൽ ചെയ്യും. അത് കുഞ്ഞിന് വേണ്ട ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഒരു 1-2 തവണ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തോരം ആവശ്യമുണ്ടെന്നുള്ളത്. ഞാൻ ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കും കൊടുക്കുക കേട്ടോ. അപ്പം കാരണം അല്ലെങ്കിൽ നമ്മൾ കുറേ ഉണ്ടാക്കിയാൽ പിന്നെ അത് വേസ്റ്റ് ആയി പോകും. അതിനേക്കാൾ നല്ലത് വേണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമല്ലോ. സോ ഇതാണ് ഞാൻ കുഞ്ഞിന് മിക്കപ്പോഴും രാവിലെ കൊടുക്കുന്നത് ഈ ഒരു കുറുക്കായിരിക്കും. അല്ലെങ്കിൽ അത് മുടങ്ങിയാൽ തന്നെ ആ ഒരു ദിവസം എപ്പോഴെങ്കിലും ഞാൻ ഒരു നേരം ഈ ഒരു അമൃതം പൊടി കൊടുത്തിരിക്കും. ഇതാണ് കുഞ്ഞിൻ്റെ ഒരു നേരത്തെ എപ്പോഴുള്ള ഒരു ആഹാരം. രാവിലെ അമൃതം പൊടി അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇഡലി നന്നായിട്ട് വേവിച്ചാണ് കൊടുക്കാറ്. ഇത് നന്നായിട്ട് മിക്സിയിലടിച്ച് ചിലപ്പോൾ കുറച്ച് നെയ്യും ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഇഡലി ഇങ്ങനെ ചെറിയ പീസായിട്ട് അവന് നന്നായിട്ട് ഞെവിടിയിട്ട് കുഞ്ഞിന് വായിൽ കൊടുക്കാറുണ്ട്. ഇപ്പം അവൻ കുറച്ച് ഇങ്ങനെ കഴിച്ചു വരുന്നുണ്ട്. ഈ ഒരു പാകത്തിലായിരിക്കും ഞാൻ കുഞ്ഞിന് ഇഡലി അരച്ച് കൊടുക്കുന്നത്. അതുപോലെ ഇന്ന് അരച്ച മാവാണെങ്കിൽ ഇന്നും നാളെയും കൂടെ ഞാൻ ആ ഒരു ഇഡലിയോ അല്ലെങ്കിൽ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. സോ ഇഡലി കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി പാല് ആഡ് ചെയ്യണം, തിളപ്പിച്ച് അരച്ച പാല് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. പക്ഷെ എനിക്കെന്തോ ആ കവർ പാലൊന്നും കൊടുക്കാൻ വലിയ താല്പര്യമില്ല. വീട്ടിൽ നല്ല നാടൻ പാലൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നവരാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഒന്ന് കൊടുക്കുന്നത്. ഇത് തന്നെ ഞാൻ ദോശയും ഇങ്ങനെ തന്നെ ചിലപ്പോൾ അരച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അത് അല്ലാതെയും കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഈയിടെയായിട്ട് നമ്മൾ ഒരു ദിവസം ഇതുപോലെ പാലപ്പവും കൊടുത്തിരുന്നു. അതും അവൻ കഴിച്ചു. നമ്മൾ ഇങ്ങനെ അരച്ചൊന്നുമല്ല കൊടുത്തത്, അല്ലാതെ നമ്മളിങ്ങനെ കൊടുക്കായിരുന്നു. അതും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ രാവിലെ ചിലപ്പം ഇതായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം രാത്രിയിലായിരിക്കും ഈ ഒരു ഇഡലി ദോശ. കാരണം ആവിയിലുള്ള ആഹാരമായതുകൊണ്ട് തന്നെ ഹെൽത്തിനും വലിയ പ്രശ്നമൊന്നും വരാറില്ല. സോ ഒരു നേരം നമ്മൾ ഇതായിരിക്കും കൊടുക്കുന്നത്. ഇഡലി ദോശയൊക്കെ ചിലപ്പോൾ മാറാറുണ്ട്. വേറെ എന്തെങ്കിലും ആഹാരമൊക്കെ ഞാൻ ചില സമയം കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സോ ഒരു നേരം ഇതായിരിക്കും കൊടുക്കുക. കുഞ്ഞിന് പിന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ആഹാരമാണ് ഏത്തപ്പഴം. ഇത് ആവിയിൽ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ നല്ല രുചിയായിരിക്കും കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ മധുരമൊന്നും ആഡ് ചെയ്യേണ്ടി വരാറില്ല. സോ നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് ഈ ഒരു പഴത്തിൻ്റെ നടുവിലെ ഒരു നാര് കണ്ടില്ലേ, അത് നമ്മൾ എടുത്ത് കളയണം. അതിലിങ്ങനെ ചെറിയ തരികളുണ്ട്. അത് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയും. സോ നമ്മൾ അതെല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ടോ, അതോ അല്ലെങ്കിൽ ഒരു പിച്ചാത്തിയുടെ ഒരു അറ്റം വെച്ചിട്ടാണെങ്കിലും ആ നാരിൻ്റെ നടുവിലത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇളകി വരും കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇത് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. ഈ ഒരു പരുവത്തിലായിരിക്കും ഞാൻ ഏത്തപ്പഴവും അരച്ചെടുക്കുന്നത്. അതുപോലെ ഇതിലൊരു കുറച്ച് വെള്ളം, എപ്പോഴും ഒരു ഏത്തപ്പഴത്തിൻ്റെ പ്യൂരേ അല്ലേ നമ്മൾ എടുക്കുക. സോ അതിലൊരു നുള്ളു വെള്ളം മാത്രമേ ഞാൻ ആഡ് ചെയ്യത്തുള്ളൂ, നന്നായിട്ടൊന്ന് അരയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അതും തിളപ്പിച്ചരച്ച വെള്ളം മാത്രം. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് തിളപ്പിച്ചരച്ച വെള്ളം മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏത്തപ്പഴം നന്നായി വേവിച്ച് ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. എല്ലാം ഇപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഈ ഇഡലി ദോശ തുടങ്ങിയ സാധനങ്ങൾ മാത്രമേ ഞാൻ പിന്നെ ഇങ്ങനെ ഞെവിടിയൊക്കെ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പഴമൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ചെറുപഴം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അവൻ്റെ ചെറുപഴം കുഞ്ഞിന് ഇതുവരെ ഞാൻ ചെറുപഴം കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ഏത്തപ്പഴമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറുപഴം കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതും ഇതുപോലെ കൊടുക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റ് അപ്പം മാറുമായിരിക്കും. ഇത് പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്, പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഇത് നമ്മൾ കൊടുക്കണമുണ്ട്. ഇങ്ങനെ അവന് മോഷനൊക്കെ പോകുമ്പം മുറുകുമെന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ടച്ച് വുഡ് ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല.
എന്താണെങ്കിലും ഇതാണ് ഒരു നേരം അവന് കൊടുക്കുന്ന ഒരു ആഹാരം കേട്ടോ. ഇപ്പം ഒരുപാട് ഇങ്ങനെ പഴുക്കാത്ത പഴമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതൊരു ഇത്തിരി പനകൽക്കണ്ടം ഇതുപോലെ പൊടിച്ചു വെച്ചതാണെങ്കിൽ ഒരു ഇത്തിരി പനകൽക്കണ്ടം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോഴും ഒന്നുകൂടെ നന്നായിട്ട് രുചി കൂടും കേട്ടോ. ഇതിപ്പോൾ അവൻ ഒരു വലിയ പഴമൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരുപാടൊന്നും കഴിക്കത്തില്ല, ഒരു 3/4 ആകുമ്പോഴത്തേക്ക് അവൻ മതിയാവും. എനിക്ക് പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടം. അവസാനം ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ആഹാരം കളയരുതെന്ന് പറയുന്നത്, ഒരാഹാരം കളയാൻ പാടില്ല. അപ്പം ലാസ്റ്റ് ഞാൻ ഇത് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇത് കഴിക്കാൻ. So, an apple a day keeps a doctor away. സോ ഒരു ആപ്പിൾ ഒരു ദിവസമെങ്കിലും എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സിലൊക്കെ വിഷമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പക്ഷേ ആപ്പിൾ കൊടുക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ ആപ്പിൾ മേടിച്ചിട്ട് ഞാൻ നന്നായിട്ട് പുഴുങ്ങാറുണ്ട്. പുഴുങ്ങിയിട്ടാണ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത്. ആപ്പിളിൻ്റെ തൊലി നന്നായി കളഞ്ഞിട്ട് നമുക്കിതിൽ നിന്ന് പുഴുങ്ങിയെടുക്കാം. ആപ്പിൾ പുഴുങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ നടുവിലുള്ള ആ സീഡും അതുപോലത്തെ ആ ഒരു കട്ടിയുള്ള പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആവിയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പക്ഷേ ഒരു ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ്, അതാകുമ്പോൾ മിക്സിയിൽ അരയ്ക്കാനും എളുപ്പമാണ്. ഈ ഒരു പാകത്തിലായിരിക്കും ഞാൻ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൽ ഒരിത്തിരി വെള്ളം, ഒരു മാക്സിമം പോയി ഒരു 1 സ്പൂൺ ഒരു വെള്ളമൊക്കെ മതിയാവും. അത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനെയാണ് നമ്മൾ ആപ്പിൾ പ്യൂർ എന്ന് പറയുന്നത്. അതായത് ഇതിൽ ആവിയിൽ വെച്ച് അധികം വെള്ളം ആഡ് ചെയ്യാതെ അതിൻ്റെ സത്ത് നന്നായിട്ട് എടുക്കുന്നതിനാണ് ആപ്പിൾ പ്യൂർ എന്ന് പറയുക കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പനങ്കൽക്കണ്ട് ആഡ് ചെയ്യാം, പക്ഷേ ഇങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് എപ്പോഴും ഹെൽത്തിന് നല്ലത്. ആപ്പിൾ പ്യൂറായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം വേവിക്കാതെ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സോ വേവിച്ച് ഇതുപോലെ പ്യൂറാക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. സോ ഇതാണ് ഒരു നേരം കുഞ്ഞിന് കൊടുക്കുക കേട്ടോ. ഇതിപ്പം ആ ഒരു ഫുൾ ആപ്പിൾ വരുമ്പോഴത്തേക്കും ഒരു നല്ല ഫില്ലിംഗ് തന്നെയാണ്. പിന്നെ ആ വെള്ളമൊക്കെ കുടിക്കുമ്പോഴത്തേക്കും കുഞ്ഞ് വേറല്ലേ, അപ്പം അതിൻ്റെ ആവശ്യമേ വരാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 11 മണിക്ക് അല്ലാതെ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമാണെങ്കിൽ ഇതങ്ങനെയും കൊടുക്കാം കേട്ടോ. സോ ഇനി അടുത്തത് കാണാം. ചോറ് തന്നെയായിരിക്കും ഉച്ചയ്ക്ക് ഞാൻ കുഞ്ഞിന് കൊടുക്കുക. അത് ചെമ്പാവരി, കുത്തിരി, ഓരോ സ്ഥലത്തും ഓരോ രീതി പറയാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറുപരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ്, എന്തെങ്കിലും ഒരു മഞ്ഞപ്പരിപ്പ് എന്തെങ്കിലും ഒന്ന് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ എപ്പോഴും ക്യാരറ്റോ അല്ലെങ്കിൽ ഇത്രയും ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടോ എടുക്കാറുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കും കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളുപ്പും ഒരു നുള്ളു നെയ്യും ഇടാറുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കാറ് സാധാരണ. ചോറ് അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ചെറുപരിപ്പ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ പരിപ്പ്, അങ്ങനെ ഏതെങ്കിലും മഞ്ഞപ്പരിപ്പില്ലേ അതായിരിക്കും ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ക്യാരറ്റ് വേവിച്ച് അരച്ചതുപോലെ കൊടുക്കാറുണ്ട്. അതുപോലെ ബീട്രൂട്ടും ഇതുപോലെ വേവിച്ച് സാധാരണ ഞാൻ ഈ കുക്കറിൽ ചോറിൻ്റെ കൂടെ തന്നെ വേവിക്കും. കുഞ്ഞിന് ഞാൻ സെപ്പറേറ്റ് വെക്കാറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നന്നായിട്ട് വേവുമല്ലോ. ഇപ്പം കുഞ്ഞിന് എത്ര നന്നായിട്ട് വെന്താലും അത്രയും നല്ലതാണല്ലോ. സോ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും സാധാരണ ഈ 3 ആഡ് ചെയ്യുന്നത്. ഈ 3 ഇതുവരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരിത്തിരി നെയ്യും ഒരിത്തിരി ഉപ്പൂടെ ആഡ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, അതുപോലെ തന്നെയാണ് കേട്ടോ കുഞ്ഞിന് ഇതുപോലെ ഭയങ്കര കളർഫുള്ളായിട്ട് ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയാം, നമുക്ക് തന്നെ ഇത്ര വിഭവസമ്പുഷ്ടമായ ആഹാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കഴിക്കുമല്ലേ. അതുപോലെയാണ് കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ആഹാരം കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഇത് 3 സാധാരണ ഈ ചോറിൻ്റെ കൂട്ടത്തിൽ അരച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ആ കഞ്ഞിയുടെ വെള്ളം തന്നെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കുക കേട്ടോ. സോ ഇതാണ് അവൻ്റെ ഒരു നേരത്തെ ആഹാരം. അതായത് ഉച്ച ഭക്ഷണം മിക്കവാറും ഇത് തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വേവിക്കാനോ ഇതുപോലെ നമുക്ക് അരയ്ക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഞാനിപ്പോൾ 1-2 തവണ സെർലാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 2 തവണ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള സാഹചര്യങ്ങളിലെല്ലാം എനിക്ക് ഇതുപോലെ മിക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളായിരുന്നു. സോ അത്രയും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രം ഞാൻ ഈ സെർലാക്ക് കൊടുത്തിട്ടുണ്ട്. സോ അല്ലാതെ ഞാൻ എപ്പോഴും ഈ ചോറ് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ തന്നെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറ്. അതുപോലെ തന്നെ തലേദിവസം രാത്രി ഞാൻ ഇതുപോലെ റേസിൻസ് തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിടാറുണ്ട്. കുഞ്ഞിന് മോഷനൊക്കെ പോകാൻ നല്ലതാണ്. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും അതിങ്ങനെ നല്ലതായിട്ട് വിടർന്നിരിക്കും. ഞാൻ ഇത് മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തേനായിരുന്നു. അത് നന്നായിട്ട് വിടർന്നിരിക്കും. സോ അത് നന്നായിട്ട് അതിൻ്റെ സത്ത് പിഴിഞ്ഞെടുത്തിട്ട് അതിനെ ഞാൻ ഞാൻ എല്ലാം കുഞ്ഞിന് ആഡ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് തിളപ്പിച്ചാർച്ച വെള്ളം തന്നെ കേട്ടോ. അത് എത്ര തിളപ്പിച്ചാണെങ്കിലും ഒന്നുകൂടെ ഞാൻ ഇതാക്കാറുണ്ട്. ഇപ്പം ഈ റേസിൻസ് നന്നായിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. എന്നിട്ടാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. കാരണം കുഞ്ഞിന് ഇളം ചൂടുവെള്ളം ഒരുപാട് ഇഷ്ടമാണ് കുടിക്കാൻ. അവന് വെള്ളം കുടിക്കുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
സോ ഞാൻ അത് കൊടുക്കാറുണ്ട്. രാവിലെ ഒരു കുറച്ച് നേരം അത് തന്നെ കുറച്ച് ആ ഒരു ക്വാണ്ടിറ്റി ഞാൻ കൊടുത്ത് തീർക്കാറുണ്ട്. എന്നിട്ടാണ് നോർമൽ വാട്ടർ അല്ലാതെ കൊടുക്കുക. സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഇങ്ങനെ ഞാൻ മാറ്റി മാറ്റി കൊടുക്കും കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല, ഇങ്ങനെ മാറ്റി കൊടുക്കും. കാരണം അതാകുമ്പോൾ അവർക്കും ബോറടിക്കത്തില്ല അല്ലേ? ഫുഡെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു എസ് പറഞ്ഞു. എങ്ങനെ എസ് പറയുക കണ്ണേ? ഇങ്ങനെയാണോ? സോ ഇതൊക്കെയാണ് ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നത്. ഡെയിലി ഞാനിങ്ങനെ ഓരോരോ ഐറ്റംസ് മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് തന്നെ മടുക്കത്തില്ല അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സാധനം തന്നെ കഴിച്ചാൽ. അപ്പം ഇപ്പോഴും ഞാൻ ഈ ഒരു സാധനങ്ങൾ മാത്രമാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. പുതിയ കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും ഇവന് നല്ലപോലെ പല്ലൊക്കെ വന്നിട്ട് പതുക്കെ കൊടുക്കാമെന്ന് കരുതി അല്ലേ? ഓക്കെ, സോ ഈ വ്ളോഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ഇനി എന്തെങ്കിലും വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഈ ഒരു സപ്പോർട്ട് ഇനി തീർച്ചയായിട്ടും തുടരുക. ഈ ഒരു സപ്പോർട്ട് അല്ലേ ഈ കുട്ടിമാക്രിയോടും ഞങ്ങളുടെ ഫാമിലിയോടും എല്ലാവരോടും കാണിക്കുന്ന ആ ഒരു സ്നേഹം ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവണം. എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവണം. ഓക്കെ, സോ ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞേ. ബൈ.